ഇന്ന് നമ്മളെ വീട്ടിലെ കുഞ്ഞു കൃഷിയിടത്തിലെ വിളവെടുപ്പൊക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. നമ്മളെ ചിക്കു മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്ക് കാണുമ്പോൾ തന്നെ പറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ആ വവ്വാൽ പറഞ്ഞ സാധനം പറിച്ചുണ്ടോ കടിച്ച് കാണാൻ മുറ്റത്തിട്ട് കാണണേ. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ തന്നെ പറിച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് പഴുക്കാൻ വേണ്ടിയിട്ട് അരിയിൽ താഴ്ത്തി വെച്ചാൽ നല്ലോണം പഴുത്ത് കിട്ടും. നല്ല മധുരമാണ് കേട്ടോ. ഈ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കണോണ്ട് തന്നെയാവും നല്ല ടേസ്റ്റുമാണ്. പുറത്തുനിന്ന് വാങ്ങണേക്കാളും പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. ഞങ്ങൾ 4 5 കൂടുതൽ കിട്ടുമ്പോൾ ജ്യൂസ് അടിക്കലുണ്ട് പാലും കൂട്ടിയിട്ട്. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യലാണ്. പക്ഷേ ഈ മരത്തിൻ്റെ അത്രയൊന്നും കായ ഉണ്ടാവില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കോവയ്ക്ക വള്ളിയും കൂടിയും പടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള ഉപ്പേരി അതുമ്പോൾ തന്നെ കിട്ടും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് പ്രത്യേക ഒരു സന്തോഷമാണല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ കണ്ടോ നമ്മളെ കുഞ്ഞ് കൃഷി കുള്ളൻ പ്ലാവാണ്. ഇത് കുഞ്ഞതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 മുരടായിട്ട് പൂളയുണ്ട്. അതും വലിയതാണുണ്ട്. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇവരെങ്ങനെ പരിപാലിക്കും. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങാൻ സമ്മതിക്കേണ്ട. അപ്പോഴേക്കിനും മഴയും വരുന്നുണ്ട് കേട്ടോ. ഓരോ തുള്ളി മഴയും പെയ്യുമ്പോഴേക്കിനും അകത്തേക്ക് ഓടും. അതേപോലെ പുറത്തേക്കും വരും. അങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ ചെടികളെടുത്തായിട്ടും ഈ കൃഷി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഭയങ്കര ഒരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ. മഴ പെട്ടെന്ന് പെയ്തുകൊണ്ട് നിൽക്കും. ഞാൻ അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അപ്പൂസും വീണ്ടും കോവയ്ക്ക പറിക്കാൻ തന്നെ ഇറങ്ങി. ഒരുപാടുണ്ട് ഇതിൻ്റെ വള്ളീൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. വള്ളിയാണ് മുറിച്ചെടുത്തു. എന്നാലേ സാധനം കിട്ടുള്ളൂ. അങ്ങനെ 2 ദിവസത്തിനുള്ള കോവയ്ക്ക ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പൂസിനൊന്നും വലിയ ഇഷ്ടമല്ല. എനിക്കും അമ്മയ്ക്കും നല്ല കാര്യമാണ്. ഞങ്ങളിത് പയറും എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കും. ഇതൊക്കെ അല്ലേ നമ്മളെ സന്തോഷമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ്